ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഈ തട്ടുകടയിൽ കിട്ടുന്ന പോലത്തെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയിട്ടോ. നമ്മൾ എല്ലാവരും വീടുകളിൽ പല രീതിയിലുള്ള ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാറുണ്ട്, പക്ഷെ പലപ്പോഴും ഈ പുറത്ത് സ്ട്രീറ്റിലൊക്കെ കിട്ടുന്ന പോലത്തെ അതിൻ്റെ ടേസ്റ്റ് കിട്ടാറില്ല അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനൊരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് അതെടുത്തു. പിന്നെ ഫ്രഷായിട്ട് ഗ്രൈൻഡ് ചെയ്ത പെപ്പർ, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, അത് ഏകദേശം ഒരു 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല ഫ്ലേവർ വേണം. എരിവും പുളിയും ഉപ്പും ഒക്കെ നല്ല കറക്റ്റായിട്ട് പാകത്തിന് വേണം, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ജീരകം പൊടിച്ചത് അത് ചേർത്തു. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. അത് ഒരു അത്യാവശ്യം 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർക്കണം. 2 3 നിങ്ങളുടെ എരിവിന് പാകത്തിന് ചേർക്കാം. പിന്നെ തൈര്, ഞാൻ കട്ടത്തൈരാണ് ചേർത്തത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഏതാണുള്ളത് അത് നിങ്ങൾക്ക് ചേർക്കാം. പിന്നെ കുറച്ച് അരിപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കാം. 3 ആയാലും കുഴപ്പമില്ല. പിന്നെ കുറച്ച് വിനിഗർ ചേർത്തു. പിന്നെ ഞാൻ ചേർത്തത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് കേട്ടോ. പിന്നെ എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യാം. ചിലർ ഇതിലേക്ക് മുട്ടയുടെ വെള്ളയും കൂടി ചേർക്കാറുണ്ട്, എഗ്ഗിൻ്റെ വൈറ്റ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് പിന്നെ ഒരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റി ഫ്രിഡ്ജിലൊരു 1-2 മണിക്കൂർ നമ്മൾ എത്രത്തോളം ഫ്രിഡ്ജിൽ വെക്കുന്നോ, മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കുന്നോ, അത്രത്തോളം ഇതിൻ്റെ ടേസ്റ്റ് കൂടും. ഇപ്പോൾ നമ്മൾ ചില സമയത്ത് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയിട്ടേ ബാക്കി വരുന്നത് രാത്രി ഫ്രൈ ചെയ്യുമല്ലോ. അപ്പോൾ രാത്രി ഫ്രൈ ചെയ്യുമ്പോൾ ഈ ഉച്ചക്കത്തെക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഞാൻ മാരിനേറ്റ് ചെയ്തപ്പോൾ വിനിഗർ ചേർത്തില്ലേ, അത് നിങ്ങളെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾ ലൈം ജ്യൂസ് ചേർത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ എടുത്തത് സൺഫ്ലവർ ഓയിലാണ്. അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത പീസസ് ഓരോന്നായിട്ട് ഇടാം. പിന്നെ അത് തിരിച്ചും മറിച്ചും ഒക്കെ ഫ്രൈ ചെയ്യണം, തിരിച്ചും മറിച്ചും ഇടണം. നിങ്ങൾ കുറച്ച് ഓയിലാണ് എടുക്കുന്നതെങ്കിൽ ഓക്കെ. അപ്പോൾ എപ്പോഴും നമ്മൾ കുറച്ച് ഓയിൽ എടുത്ത് ഫ്രൈ ചെയ്യുന്നതാണ് നല്ലത്, മീൻസ് വേസ്റ്റേജ് ഉണ്ടാവില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ആ എഗ് വൈറ്റ് വേണ്ടവർക്ക് ചേർക്കാം, അല്ലാത്തവർക്ക് വേണ്ട, കേർഡ്സ് ചേർക്കാം. ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ലാസ്റ്റ് മൊമെൻറ്റിലാണ് ഈ പച്ചമുളകും കറിവേപ്പിലയും, അത് കുറച്ച് ഒരു 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി അതിലേക്ക് ചേർക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും കൂടി കൂടും, നല്ല രസമുണ്ടാവും കഴിക്കാൻ. നെക്സ്റ്റ് ടൈം നിങ്ങൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് എൻ്റെ അടുത്ത് പറയണം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ഇതിപ്പോൾ റെഡി ആയിട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള ചെറിയ പീസസ് ആക്കിയിട്ട് ചെയ്താൽ അത് സേഫാണ്, വേഗം വേവുകയും ചെയ്യും, സമയം ലാഭിക്കാം. പിന്നെ ടേസ്റ്റും അടിപൊളിയായിരിക്കും. വലിയ വലിയ പീസ്, ഈ ബോണില്ലാത്ത പീസ്, വലിയ പീസൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ അല്ലേ, ചില സമയത്ത് ഉള്ളിലൊന്നും വേവില്ല. ചില പീസസ് വേഗം കുക്കാവും, ചില പീസസ് കുക്കാവില്ല. അത് അപ്പോൾ ഭയങ്കര പ്രോബ്ലമാണ്. ചിലർക്കൊക്കെ അത് ഡൈജഷൻ പ്രോബ്ലമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.